ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ലപോലെ കുത്തിയരിയണം. ഈ പരിവാണ് നമുക്കത് കുത്തിയതുപോലെ നമ്മുടെ താടി പൊടിഞ്ഞ് വീണം. അപ്പം പിന്നെ അതൊരു എൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം പഴയ കാലത്ത് ഉണ്ടാക്കാം ഇടിച്ചക്കത്തോരൻ. ഞാൻ നേരത്തെയും ഇതിനകത്ത് വേറെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അത് ഇത് ഇത്രയും പൊടിയായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല. ഇത് പൊടിയായി കുത്തിയരിഞ്ഞ് ഇതിനകത്ത് നമ്മൾ അല്പം വെള്ളവും ഉപ്പും മഞ്ഞളും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അരപ്പെന്ന് പറഞ്ഞാൽ നല്ല ഒരു വലിയ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഒരു നല്ലൊരു അല്പം വെളുത്തുള്ളി ഒരു 8-10 വലിയ അല്ലി, ഒരു നല്ലൊരു 3/4 സ്പൂൺ ജീരകം, ഞാൻ 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല സ്പൂൺ കുരുമുളക് ചേർത്തു. ഇതെല്ലാം കൂടി നമുക്ക് അല്പം തേങ്ങയും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുത്തു. എൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ സ്വല്പം മഞ്ഞൾപ്പൊടി അല്പം അതുകൂടി കൂടെ ചേർത്ത് അത് നല്ലപോലെ അരച്ചിട്ട് നമുക്ക് ഇത് പിന്നെ നമ്മുടെ തേങ്ങ അത് ഫൈൻ പേസ്റ്റാണ്. അല്പം കരിയാപ്പിലയും ചേർത്ത് തേങ്ങ ഒരു ഇറക്കി എന്നിട്ട് അപ്പോഴത്തേക്ക് ഇത് ആവിയിൽ വെന്ത് വരികയും അതിനകത്തോട്ട് ചേർക്കും. പിന്നെ നമ്മുടെ കടുക് പൊട്ടിച്ച് ചേർക്കും. നല്ലപോലെ കടുക് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയൊക്കെ വഴറ്റി നല്ലപോലെ കരിയാപ്പിലയും ചേർത്ത് കൊടുക്കും. അതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇത് നല്ല പച്ചമാങ്ങ ചെറിയ മാങ്ങ ചെത്തിയിട്ട് വേവിച്ച് 2 പച്ചമുളകൊക്കെ കീറിയിട്ട് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്. അത് വെന്ത് വരുമ്പോൾ നമ്മൾ നല്ല അരപ്പ് തേങ്ങ നല്ലപോലെ ചേർക്കണം. ജീരകം, ചുവന്നുള്ളി, അല്പം 2-3 കരിയാപ്പിലയും കൂടെ നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കടുക് പൊട്ടിച്ച് ചേർക്കുക. അങ്ങനെ നമുക്ക് അതിനകത്ത് തൈരുണ്ട്. എനിക്കൊരു ചെറിയൊരു കുഴിയലുണ്ട്. ആ കുഴിയിൽ നമ്മുടെ തൈര് കൂടെ കുറച്ച് അതിനകത്ത് ചേർത്ത്. ഇതാണ് ഇന്നത്തെ ഇത് നമ്മുടെ പച്ചരി ചോറാണ്. നമ്മുടെ പൊങ്കലായിരുന്നു, തൈപ്പൂർ പൊങ്കൽ. അതിന് പറ്റിച്ച വെള്ളച്ചോറും പഴയകാല വിഭവമായ ഇടിച്ചക്ക തോരൻ. അത് എൻ്റെ അമ്മയുടെ അമ്മ പറഞ്ഞ രീതിയിലുള്ള മസാലകളാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ഈ പച്ചമുളക് പിന്നെ അച്ചാറുണ്ട്, പപ്പടമുണ്ട്, ഇത്രയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ ലഞ്ച്.